ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിപ്പോൾ വന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മളൊരു എൻക്ലക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിൽ 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയ്ക്ക് സൗണ്ട് കട്ടാവുന്നുണ്ട് ഇടയ്ക്ക് എന്ന്. അപ്പോൾ ഞാൻ അപ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. അത് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അതിലെന്തോ മിസ്സിംഗ് ഉണ്ടെന്ന്. അപ്പോൾ ഞാനത് എടുത്ത് നോക്കിയപ്പോൾ ശരിയാണ്. ഒരു 3:45 എന്തോ സമയം തൊട്ട് 4:45 വരെ ആ ടൈമിൽ നമ്മുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർമിറ്റൻ്റായിട്ട് കട്ടായി പോകുന്നുണ്ട്. വീഡിയോ അല്ല, ഓഡിയോ. അപ്ലോഡ് ചെയ്തപ്പോൾ ഓക്കെ ആയിരുന്നു. ഇനി യൂട്യൂബിൻ്റെ എന്തെങ്കിലും ക്രൈറ്റീരിയയുടെ ഇതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ആ മിസ്സായി പോയ ആ ഒരു മിനിറ്റിൽ എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു, അത് ആൻസർ ചെയ്തു, വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ആ സെയിം ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ തന്നെ അല്ലെങ്കിൽ ആ സെയിം മോഡലുള്ള ക്വസ്റ്റ്യൻ തന്നെ ആണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് 2-3 വട്ടം അല്ലെങ്കിൽ 4 വട്ടം വീണ്ടും വരുന്നതെങ്കിൽ നമ്മൾ ഒരു 2 വട്ടം വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ അലേർട്ട് ആകുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അതേ രീതിയിലുള്ള അതേ ഡിഫിക്കൽട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ECGയോ അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഡോസേജോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒന്ന് ചെയ്തു, വീണ്ടും അതേ മോഡലുള്ള തന്നെ വീണ്ടും വന്നു, 3-ാം വട്ടവും വീണ്ടും അതേ മോഡലുള്ള ക്വസ്റ്റ്യൻ തന്നെ വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് സ്റ്റിൽ നിങ്ങളെ ക്ലാരിഫൈ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും അതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അതിൽ നന്നായിട്ട് അലേർട്ടായിട്ടിരുന്നുകൊണ്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വൺസ് നമ്മൾ ഓക്കെ ആണ് അല്ലെങ്കിൽ നമുക്കിത് അറിയില്ല എന്ന് കൺഫേം ആക്കി കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ അത് കൺഫേം ആക്കി കഴിഞ്ഞാൽ അത് ടോപ്പിക്ക് സ്വിച്ച് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ആ വീഡിയോയിൽ ഞാൻ ബൈ മിസ്റ്റേക്കിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് 145 ക്വസ്റ്റ്യൻസും 6 hours ആണ് എക്സാം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ അത് ബൈ മിസ്റ്റേക്കിൽ പറഞ്ഞു പോയതാണ് കേട്ടോ, വേറൊന്നുമല്ല. ഞാൻ എക്സാം എഴുതിയപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അതെൻ്റെ മെമ്മറിയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഓർമ്മയിൽ പറഞ്ഞു പോയതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കട്ട് ഓഫ്, അതായത് നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നത് മുമ്പ് 75 തൊട്ടായിരുന്നു. 75 ക്വസ്റ്റ്യൻസ് തൊട്ട് എപ്പോൾ വേണേലും ഷട്ട് ഡൗൺ ആകാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ 85 ക്വസ്റ്റ്യൻസ് തൊട്ടാണ് കേട്ടോ. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് രണ്ടും എനിക്ക് കമൻ്റ് ആയിട്ട് 2-3 പേര് ജസ്റ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാനത് ബൈ മിസ്റ്റേക്കിൽ പറ്റിപ്പോയ അബദ്ധമാണ് കേട്ടോ, അല്ലാതെ അറിഞ്ഞുകൊണ്ടല്ല. എത്ര ക്വസ്റ്റ്യൻസ് ആയാലും നമ്മളത് കിട്ടുന്നിടത്തോളം നമ്മൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അത്രയും തന്നെ എക്സ്പെക്റ്റ് ചെയ്ത് വേണം നിങ്ങൾ പോകാൻ. ഇപ്പോൾ 150 എങ്കിൽ 150 എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പോകാൻ. അപ്പോൾ ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഫുൾ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിനകത്ത് ഞാൻ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൻക്ലക്സ് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി, നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിസോഴ്സസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ പഠിക്കേണ്ട രീതി, കാര്യങ്ങൾ, അങ്ങനെയെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ. അതും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എൻ്റെ ചാനലിൽ കയറി നഴ്സിംഗ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിൽ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ചെയ്തത് അതിലുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.